റൺവേയിൽ ആ നടത്തം ഡോൺ പോൾ ആണുങ്ങളെ പോലെ എന്ന് പറയാ ആ ഒരു ഫീൽഡിൽ വരുമ്പോൾ മ്യൂസിക് ഒക്കെ വരുമ്പോൾ കുറച്ച് സിനിമകളെ പരാജയപ്പെട്ടു. ഒറ്റപ്പടം മതി ലാലേട്ടൻ്റെ. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയില്ലേ, ഞാൻ അതിനേക്കാളും ഒരു അൾട്ടിമേറ്റ് ആക്ടർ എന്നോ ഒരു ഇൻഫിനിറ്റി ആക്ടർ എന്നൊക്കെ പറയാം. ആരാണ് മലയാളത്തിൽ മോഹൻലാൽ ഫാൻ അല്ലാത്തത്? ലാല് ചെയ്തതൊന്നും ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇതിനേക്കാളും വലിയ അത്ഭുതം അയാൾ ഇനിയും കാണും. ഒരു വലിയ സൗണ്ട് ടോപ്പാക്കിൽ വെച്ചിട്ടേ ബീച്ചിൽ കിടക്കുന്ന പാൽപരാഗിന്റെ പാക്കറ്റ് മുഴുവൻ മാറ്റി കളയാൻ പറയും. ഒരു ഏരിയ മുഴുവൻ ഉണ്ടാവും, ഒടുക്കത്ത വെയിലുമായിരിക്കും. ആദ്യം അഭിനയിക്കുന്ന ആരുടെയാ? ഞാൻ മുകേഷ് ഏട്ടനോട് ശ്രദ്ധിക്കുന്നോട് മലപ്രകാശിക്ക നിങ്ങൾ നീ എടുക്ക് പെട്ടി, ഞാൻ എടുക്ക് പെട്ടി, വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഒരു ചോട്ടക്കാരൻ ആദ്യം പറ, പിന്നെ തൂക്കാം. ഞാൻ എടുത്തോളാം. ഞങ്ങൾ മുറിച്ചു ഹെൽപ്പ് ചെയ്യാന്ന് എവിടുന്ന് വരും? ദിലീപായി അഭിനയിച്ച 2 സിനിമകൾ. മാനത്തെ കൊട്ടാരം. ദിലീപേട്ടൻ പറയല്ലേ, പിണങ്ങല്ലേ കൊച്ചു കുട്ടികളുടെ മനസ്സാട്ടോ. മോനെ അതൊക്കെ നോക്കി നീ വായിക്കാം. ആ പേപ്പർ എന്റിലോട്ട് എനിക്കും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അത് നീ പറ. ജോണി ചേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന ചെല്ലപ്പേര് ദൈവം എങ്ങനെയുണ്ട്? വൈബ് തന്ത ഒരു രക്ഷപ്പെട്ടു. ഞാൻ ഓർത്തു തണുത്ത തന്ത. എന്തായിരുന്നു അറൗണ്ട്. വൻ പരാജയം വരുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ 150ാമത്തെ സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ദിലീപേട്ടൻ, സിദ്ദിഖ, ജോഡി ആന്റണി ചേട്ടൻ ആൻഡ് ബിൻഡോ. സോ 4 പേർക്കും വെൽക്കം. താങ്ക് യു. നമുക്ക് ബിൻഡോയ്ക്ക് ഒരു വലിയ കൈഡി കൊടുത്ത് തന്നെ തുടങ്ങാം. കാരണം തിയേറ്ററിൽ നമ്മൾ പടമൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ദിലീപേട്ടനെ അങ്ങനെ കാണാൻ സാധിച്ചതിൽ ഭയങ്കരധികം ആളുകൾ എക്സൈറ്റഡ് ആയി, കുറെ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പൊ ഈ ഡയറക്ടറാണല്ലോ അന്വേഷിക്കുക ഇതിന് വേണ്ടിയിട്ട്. സുഹൃതക്ഷയം. അതെ, ക്ഷേമമാണോ? അല്ല ക്ഷേമമാണോ 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 എന്ന് ചോദിച്ചതോ? ഒരു സംവിധായകൻ ശരിക്കും ചോദിച്ചേട്ടൻ ഇങ്ങനത്തെ റാഗിംഗ് ഒന്നും കിട്ടിയിട്ടില്ലല്ലേ ഫസ്റ്റ് പടത്തിന്റെ ഒക്കെ സമയത്തൊന്നും? ഞാൻ മോൻ അറിയില്ല, ഏറ്റവും കൂടുതൽ റാഗിങ് കൊലപാതകം നടന്ന ഒരു കോളേജിലാണ് തുടങ്ങിയത്. മൂസ മനസ്സിലായോ? അതിന്റെ പ്രൊഡ്യൂസർ ഹീറോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അറിവുകൊണ്ട് എല്ലാവരെയും ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി. ഒന്നും അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് പടം ഇങ്ങനെ ഒരു രീതിയിൽ ഹിറ്റാവുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇതിന്റെ ബേസിക്കലി ഞാനൊരു റെപ്രസെന്റ് ചെയ്യുന്ന ആള് മാത്രമാണ്. കാരണം നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഡയറക്ഷൻ ടീം, എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, റൈറ്റർ, ഇതെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വർഷം കുറെ ആളുകൾ നമ്മുടെ കൂടെ നിന്ന് പണിയെടുത്തുണ്ടാക്കിയൊരു സിനിമയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല. നല്ലതാണെന്ന് പറയുന്നത്, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ സിനിമ നല്ലതാണെന്ന് പറയുന്നത്, ഒരു ഫാമിലി സിനിമയാണെന്ന് നല്ലതായ രീതിയിൽ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാവരും നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്ത് വരെ ചിരിക്കുന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്യൂരിയോസിറ്റി ആയി. അത് എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല, സന്തോഷം. ദിലീപേട്ടൻ എന്തായിരുന്നു ശരിക്കും പ്രിൻസിലെ കണ്ടൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ? അല്ല, പ്രിൻസ് വളരെ സാധാരണക്കാരനാണ്. ഇതിൽ ബിൻഡോ എൻ്റെ അടുത്ത് ഒന്ന് കഥ പറഞ്ഞപ്പോൾ ബിൻഡോൻ്റെ കഥയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ബിൻഡോ എൻ്റെ പേഴ്സണൽ ഇതാണ്, ആത്മകഥയാണ്. സ്വന്തം ജീവിതത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ 2 അനിയന്മാരും കല്യാണം കഴിച്ചു. അതിൽ സങ്കടപ്പെട്ട് ഒരു കല്യാണം ആയിട്ടില്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ബ്യൂട്ടിക്കൊക്കെ നടത്തുന്ന അങ്ങനത്തെ ഒരു ഫാഷൻ ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാൾ. അത് അയാളുടെ മെയിൻ ജോലി ഇപ്പം പെൺകുട്ടികളെ സാരി ഉടുപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അത് റിയൽ ലൈഫിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. ഞാനതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടപ്പോൾ അത് കേട്ടിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് മൊത്തം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആനുകാലിക സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞിങ്ങനെ തുടങ്ങി കുറച്ച് സ്ഥലത്തെത്തിയപ്പോഴാണ് നമുക്കൊരു ഊക്ക് കിട്ടിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വിഷയങ്ങളാണ് ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കഥ ഞാൻ ചോദിച്ചു ആരാ ഹീറോയിൻ എന്ന് ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല. അവൻ ഇതിൽ ഹീറോയിൻ നന്നായാലേ ടോട്ടൽ സിനിമ നന്നാവുള്ളൂ. അപ്പം അത് നിങ്ങൾ ആരെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത് കറക്റ്റായിരിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ വേണോ പുതിയത് വേണോ എന്നുള്ള ചർച്ചകളായി. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. അങ്ങനെ ഫൈനലി എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാളെ കൂടെ നിറക്കുക. പക്ഷെ അപ്പോഴും റിസ്ക് എന്താണെന്ന് വെച്ചാൽ ആ ആളുടെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് വന്നിട്ടുള്ളത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടി. കലാമണ്ഡലത്തിലെ ഒരു നർത്തകിയായ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് ഒരു ഭയങ്കര PhD എന്തൊക്കെയോ കോഴ്സുകളൊക്കെ ഭയങ്കര പഠിപ്പിക്കുന്ന ആളാണ്. നിസാര സംഭവമൊന്നുമല്ല. അവർ പേര് റാണിയ റാണ. അവർ വന്നിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. സിനിമ 2 കൈ നീട്ടി
പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ 150ാമത്തെ സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ് എനിക്ക്. ഈ ശരിക്കും സിദ്ദിഖേനെയും ജോണി ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പൊക്കെ ശരിക്കും ജോണി ചേട്ടൻ എന്ന പേര് അതിന് മുമ്പ് അസോസിയേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ വരുന്ന സമയത്ത്? ഞാൻ വന്നതിന് ശേഷമാണ് അവൻ സിനിമയിൽ വന്നത്. ഒരു 6-7 മാസം കഴിഞ്ഞ. പിന്നെ എങ്ങനെ ഞാൻ അവനെ കേൾക്കണേ? സിദ്ദിഖിനെ കുറിച്ച് പിന്നെ ഞാൻ അദ്ദേഹം വന്ന് നമ്മൾ തിയേറ്ററിൽ പോയി എത്രയോ സിനിമകൾ കണ്ടതിന് ശേഷം, ഒന്നാമത് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. എനിക്ക് തോന്നുന്നു ജന്മാന്തരമൊക്കെ സിദ്ദിഖ് അഭിനയിച്ച് സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ സിദ്ദിഖിനെ കാണാൻ വേണ്ടി അവിടെ ഇടനക്കാട് KPMHSൻ്റെ മുമ്പിൽ പോയിട്ട് എടാ സിദ്ദിഖട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ആ സിദ്ദിഖ് ഒരുമിച്ച് അടുപ്പമായി, ഒരുപാട് സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ അച്ഛനും മകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നെ ചേട്ടനെ ഒരുപാട് സ്ഥലം. ഇപ്പം സിദ്ദിഖ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയില്ല, പേഴ്സണലി സിദ്ദിഖ് വില്ലനായിട്ട് വരുമ്പോൾ എനിക്ക് ഈ ചവിട്ട് കുത്തുള്ള പരിപാടികളാണെങ്കിൽ ഞാൻ പറയും വിക്കോട് വരുമ്പോൾ വേറെ ആരോടും പറയട്ടെ, ഇക്കോട് ഞാൻ പറഞ്ഞോളാം, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പുള്ളിൻ്റെ ചവിട്ടാനൊക്കെ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ രാമലീല വില്ലനാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഫൈറ്റോ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരികയാണെങ്കിലും അങ്ങനെയുള്ള പരിപാടികൾ ഇല്ല. എന്തോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നൊരു, അത് സിനിമയിലൂടെയും ഒക്കെ തന്നെ കലാരംഗത്ത് വന്നതിന് ശേഷമുള്ള പരിചയമാണ് ഞങ്ങളുടേത്. ഈ ജോണി ചേട്ടൻ ശരിക്കും ജോണി ചേട്ടൻ ആക്ടർ ശരിക്കും എങ്ങനെ കാണുന്നത്? ജോണിക്ക് പണ്ടേ അഭിനയിക്കണമെന്ന് താല്പര്യമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അമ്മേ ജോണി എനിക്ക് തോന്നുന്നു കൊച്ചു കൊച്ചു ക്യാരക്ടേഴ്സ് അല്ലേ, ആരും ഇല്ലാതെ വരുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് പറയും വേഷം ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ എനിക്ക് തോന്നുന്നു ഉദയവര സുൽത്താനിൽ അഭിനയിച്ചു. അന്ന് ആദ്യം അഭിനയിക്കുന്ന ആരുടെ? ഞാനോ? ഞാൻ മുകേഷ് ചേട്ടനോട് സിദ്ദിഖിൻ്റെ ഒരു മലപ്പുറം മാർക്കറ്റിലെ നീ എടുക്ക് പെട്ടി, ഞാൻ എടുക്ക് പെട്ടി, വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം ഒരു ചോട്ടകാരൻ. അതാണ് ഫസ്റ്റ് എൻ്റെ സ്ക്രീൻ. അന്ന് ആരില്ല ചെയ്യേ എന്ന് പറഞ്ഞിട്ട് നിസാർക്ക പറയും, ഇപ്പം ചെയ്യും. നിസാർക്ക തെറിയിപ്പിക്കാല്ല വിളിക്കുന്നത് വിടുന്നത്. പക്ഷേ മുന്നോട്ട് ചെയ്തത് പിന്നീട് ദിലീപിൻ്റെ തന്നെ ഉദയവര സുൽത്താൻ. അപ്പോൾ അതിൽ പളനിയാണ് ഷൂട്ട്. പോയി കൂട്ടുകാരില്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ക്യാരക്ടറും മറ്റേ സുധീഷിൻ്റെ ക്യാരക്ടറും ദിലീപിൻ്റെ ക്യാരക്ടറും സുലൈമാൻ. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കൂട്ടുകാരില്ല. കൂട്ടുകാർ പഴനിയിലൊന്നും അങ്ങനെ നല്ല കൂട്ടുകാരെ കിട്ടത്തുമില്ല. ഞാൻ നോക്കുമ്പോൾ ഉദയം വലിയ കുഴപ്പമില്ല. പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പിന്നെ എന്നെ ഒരു നോക്കിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരായിട്ട് ജോസേട്ടനുണ്ട് ഡയറക്ടർ വെച്ചു, ഭയങ്കര ചൂടണോ വിറ്റൽ എവിടെ കൂട്ടുകാർ? അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, എവിടെ? ഒന്ന് ഞാനും ഒന്ന് ഉദയൻ. അപ്പം ഇയാളോ എന്നുള്ളതാകുമ്പോൾ പിന്നെ ഉദയൻ റൈറ്ററാണല്ലോ, എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ. ജോസേട്ടൻ അഭിനയിച്ചില്ല? പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മൂന്ന് കൂട്ടുകാർ. പുള്ളിക്ക് ഇവരെ വിശ്വാസമില്ലാത്ത പുള്ളി അല്ല, പുള്ളി സിബിയും കൂടെ അഭിനയിച്ചേക്കുന്നത്. സിബിയും കൂടെ അഭിനയിച്ചു. അതിനുശേഷം പറക്കം തെളികയിൽ അഭിനയിച്ചു. പിന്നെ ഞാൻ ഇല്ല പാട്ടില് കേക്ക്. അപ്പം പറക്കം തെളികയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഞാൻ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ കുഞ്ഞിക്കൂലിലും അഭിനയിച്ചു. ദിലീപിനെ തന്നയ്ക്ക് വിളിച്ചിട്ട് പോകുന്ന കാരണം ഫോൺ ബൂത്തില് മുഴുവൻ ചില്ലറയാണല്ലോ, പിച്ചക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ബൂസയിൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിച്ചില്ല. അപ്പം എന്താ നീ അഭിനയിക്കാതെ? അവർ വേറെ കൊണ്ടല്ല, സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ആൾക്കാർ പറയും ആ റാസ്കല കേട്ടോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരു ഷോട്ടിൽ ബാക്ക് ഷോട്ട് എനിക്കിങ്ങനെ നടന്ന് ഫോൺ ചെയ്ത് പോകുന്നത്, എന്നിട്ട് കുനിഞ്ഞു നോക്കുന്നത്. അല്ല അവര് അങ്ങനെ, അതായത് ഏതാ ടെലിഫോൺ മറ്റേ പോസ്റ്റ് ബോക്സിൽ നിന്ന് ലെറ്റർ എടുത്തോണ്ട് ദിലീപ് വരുന്ന സമയത്ത് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഷോട്ട് നമ്മുടെ ഹൈവേ ഗാർഡൻ. സീരിയസ് ആയിട്ട് ആക്ടിങ് തുടങ്ങുന്നത് തോപ്പിൽ ചോപ്പൻ അല്ല, ശിക്കാരി ശംഭു. ആണല്ലേ? തോപ്പിൽ ചോപ്പനാണ് എനിക്ക് കാരണം. തോപ്പിൽ ചോപ്പന് ഞാൻ വരുന്നവരെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അറിയാം, നമ്മൾ മമ്മൂക്കി വരെ അഭിനയിച്ച് കാണിച്ചു നമുക്ക് നോക്കുമ്പോൾ തന്നെ പാറിക്കളയും. നമുക്കറിയാം മനസ്സും കൂടി പ്രശ്നം കൊടുക്കുക അങ്ങോട്ട് ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ആണ് തോപ്പിൽ ചോപ്പനിലൂടെയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് മറ്റേ ശിക്കാരി ശംഭു അല്ലേ പള്ളിയിലച്ഛനായി. രജന്റെ ഡ്രാമ ആയിരുന്നു. അറിയാലോ കാര്യങ്ങളൊക്കെ, ഞാൻ പറയണല്ലോ. ദിലീപ് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ദിലീപ് ശ്രമം നടന്നു. ആ ദിലീപിന് പരിചയമാണ് അമ്പിളിച്ചേട്ടൻ. എനിക്കും പരിചയമാണ്, എനിക്ക് കാണാപ്പാടാം അമ്പിളിച്ചേട്ടന്. അപ്പം അമ്പിളിച്ചേട്ടൻ അപ്പം ഒരു ഇപ്പം മുരളിച്ചേട്ടൻ വരുമ്പോൾ മുരളിച്ചേട്ടനോട് നമ്മൾ ദിലീപിനോട് പറയും ചിലപ്പോഴാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെന്നിട്ട് മുരളിച്ചേട്ടൻ പോലെ പുള്ളിക്ക് പറഞ്ഞു. പിന്നെ എന്നോടും ദിലീപിനോട് ഇപ്പോൾ മുരളിച്ചേട്ടൻ കാര്യം പറയും, അത് ഓർക്കണം, ഒരു ഭയങ്കര വാത്സല്യം മുരളിച്ചേട്ടൻ കാണിച്ചിരുന്നു. കാരണം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരുപാട് പടം ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. മൂസയ്ക്ക് ആദ്യം വരുമ്പോൾ മുരളിച്ചേട്ടൻ എന്നോട് പറയണേ, ഞാൻ അന്ന് പറഞ്ഞത് വലിച്ചില്ലേ? ചേട്ടാ
നീ ഡയറക്ടർ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മുളിച്ചേട്ടൻ ഈ പറഞ്ഞാൽ നമുക്ക് വളരെ ഞാൻ ഭൂമി ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മുല്ലയോട് അസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ ഞാൻ പറയാം, എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഞാനിപ്പോഴുണ്ട് ചാഞ്ചാട്ടം സിനിമ വർക്ക് ചെയ്യാൻ വരുമ്പോൾ സിദ്ദിഖേട്ടനും ഗീതാ വിജയനുമായിട്ട് നമ്മുടെ നവോദയയിൽ ഒരു ചെമ്പക മരം ഒരു മരം ഉണ്ടല്ലോ എപ്പോഴും സൂക്ഷിച്ചെടുക്കുന്നത്, അതിൻ്റെ അടിയിൽ സ്ഥിരം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്തോട്ട് പോയല്ലോ, സ്റ്റുഡിയോയിലോട്ട് അങ്ങ് പോയിട്ട് അവിടെ വെച്ച് കാണുന്ന സീനും എല്ലാം എടുക്കുന്നത്. ഒരു 4-5 സീൻ തീർത്തത്. അപ്പം അവിടെ വെച്ച് സിദ്ദിഖേട്ടനായിട്ടുള്ള സീൻ. പിന്നെ സിദ്ദിഖേട്ടൻ ഈ പറഞ്ഞ നല്ലതായിട്ട് പെരുമാറുമായിരുന്നു നമ്മളോടൊക്കെ. അമ്മ എവിടെ വീട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു താരം നമ്മളോടൊരു പേര് ചോദിക്കുമ്പോഴോ എന്നൊക്കെ അല്ലെങ്കിൽ എവിടുന്ന് വരുന്നു ചോദിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പം ചേട്ടനെ പോലെ തന്നെയാണ് സായി ചേട്ടൻ. ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഒന്ന് സലൂടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവർക്കിപ്പം അവർ പ്രതീക്ഷിക്കുന്നത് എന്താ, നമ്മളിൽ നിന്നൊരു ആർട്ടിസ്റ്റുകളിൽ നിന്നൊരു ചിരി, ഒരു വെച്ച ഒരു സന്തോഷം, അത് ഇവരിൽ നിന്നെല്ലാം എനിക്ക് ആവോളം കിട്ടിയിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും. അപ്പോൾ നമ്മളായിരിക്കും ഞാനും ദിലീപൊക്കെ ഒന്നിച്ച് വന്നാണെങ്കിലും കൂടെ അഭിനയിച്ച ഗ്രേറ്റ് ആയിട്ടുള്ള എല്ലാവരും, ഉണ്ണിയേട്ടൻ, എല്ലാവരും നമ്മളോട് ഒരു ഇഷ്ടം കാണിച്ചിട്ടുണ്ട്. ശരിക്കും അവർ തരുന്ന ഇഷ്ടവും പരിഗണനയാണ് നമ്മളെ ഡയറക്ടറിലേക്ക് നയിക്കുന്നത്. ഇപ്പം ഞാനിപ്പം ആക്ടറാണ്, നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചിലരെ നമുക്ക് ഇഷ്ടം തോന്നും. എല്ലാവരും നല്ലൊരു മോശക്കാരെന്നുള്ളതല്ല, പക്ഷെ നമ്മൾ അവരോട് ചില താല്പര്യം കാണും. ആ താല്പര്യം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. ചില കാര്യങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങും. ഞാനൊരു കഥ റെഡിയാക്കിയിട്ടുണ്ട്, ഒന്നും ദിലീപേട്ടനോട് പറയാമോ, അല്ലെങ്കിൽ അപ്പം നമ്മൾ ശ്രമിക്കും. ഇവനൊരു കഥ ചെയ്തൊരു സിനിമ ചെയ്താൽ ചിലപ്പോൾ നന്നാവുമെന്ന് എനിക്കൊരു വിശ്വാസം വരും. നമുക്കൊരു സഹോദരനോടോ മകനോടോ അല്ലെങ്കിൽ ഭയങ്കര അടുത്തുള്ളൊരു കൂട്ടുകാരനോടോ അനിയനോടൊക്കെ തോന്നുന്ന ഇഷ്ടം തോന്നും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ ബന്ധം ഇന്ന് മുതൽ തുടങ്ങിയതല്ല, പണ്ട് മുതലേ തുടങ്ങുന്നത്. എനിക്ക് പിന്നോട് കുറേ പടം പറക്കിയിട്ടുണ്ട്. ഹാർഡ് വർക്കറായിരുന്നു ഞാൻ. ഒന്ന് പണിയെടുക്കുക എന്ന് പറയില്ലേ. എനിക്കിപ്പോൾ കമൽ സാറിനോടൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ ഞങ്ങളുടെ ഇപ്പോൾ തുളസി സാറിനോടായാലും ചട്ടി ഇവരൊക്കെ തീച്ചട്ടി ഗോവിന്ദനിലാണ് ഞാൻ ജാലിയിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് പുക അടിക്കുന്നത് നമ്മളാ. ഏതാ ഇന്നത്തെ ഏതെങ്കിലും പുക അടിക്കുമോ? നമ്മൾ പുക അടിക്കും, തറ തുടക്കി എന്തൊക്കെ ചെയ്യണോ അത് പാസിങ് വിട്ടാത്തറി വിട്ടില്ല. നമ്മൾ പണിയെടുപ്പിക്കുന്ന ആൾക്കാരായിരുന്നില്ല, നമ്മൾ പണിയെടുക്കുന്നവര് മോനെ ചാണം വരും അപ്പം തന്നെ അത് വാരി എടുത്തോണ്ട് പോകും. അല്ലെങ്കിൽ ഇപ്പൊക്കെ വെച്ചാലേ പല ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചിട്ടതൊന്നും ഒരു വലിയ സോണ്ട് ടോപ്പാക്കിൽ വെച്ചിട്ടേ വീച്ചിൽ കിടക്കുന്ന പാൽപരാഗിന്റെ പാക്കറ്റ് മുഴുവൻ പാറ്റി കളയാൻ പറയും. ഒരു ഏരിയ മുഴുവൻ ഉണ്ടാവും, ഒടുക്കത്തെ വെയിലും. ഇത് പറഞ്ഞു കളയണ്ടേ. ഇപ്പൊ ദിലീപന്റെ ടൈറ്റിൽ കാർഡുകളുണ്ടല്ലോ, ഇപ്പൊ ജനപ്രിയ നായകൻ കൊടുക്കുന്നത്. ഇപ്പൊ മായാമോഹിനിയിലുണ്ടായിരുന്നു, കാര്യസ്ഥനുണ്ടായിരുന്നു. ഇതിൽ വരുമ്പോ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടൈറ്റിൽ കാർഡ്. ശരിക്കും അതിന്റെ ഒരു ഇമോഷണൽ പാർട്ട് എന്തായിരുന്നു ശരിക്കും? അതായത് നമ്മളെ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ്, ഈ സിനിമ ദിലീപേട്ടനൊരു ട്രിബ്യൂട്ടാണ്. 150ാമത്തെ സിനിമ നമ്മളെ ചിന്തിപ്പിച്ച ദിലീപേട്ടനെ ഈ സിനിമ എങ്ങനെ നിങ്ങൾ കാണണം എന്നുള്ള പേസ് സെറ്റ് ചെയ്തതാണ് ആ മ്യൂസിക്കിലൂടെ തന്നെ. അങ്ങനെ ഇപ്പം മാസമായിട്ടുള്ള സിനിമകളിലെ പോസ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള എൻ്റെ ഒരു സിംബോളിക് പോസ്റ്ററിലുണ്ട് ആ പടത്തിൻ്റെ. പക്ഷേ നമ്മളതിനെ വളരെ മെലഡിയിലായിട്ടാണ് അവതരിപ്പിച്ചേക്കണത്. അപ്പോൾ അദ്ദേഹത്തോടുള്ളൊരു നന്ദി നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയും പിന്നെ അദ്ദേഹം പ്രേക്ഷകർക്ക് 34 വർഷമായിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നന്ദിയൊന്നും പറഞ്ഞ് തുടങ്ങും. ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമയാണെന്ന് പേസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ജനപ്രിയ നായകൻ എന്നൊക്കെ എഴുതി കാണിക്കാത്തതൊക്കെ നമ്മളിതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് പിന്നെ സ്ഥിരം എഴുതി കാണിച്ചു പോകുമ്പോൾ ആ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയായിരുന്നു ഇതിൽ പറഞ്ഞാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ദിലീപന്റെ കരിയറിൽ ഇപ്പൊ 150 സിനിമയാണല്ലോ, ഒരു മ്യൂസിക് ഡയറക്ടറെയും കൂടെ എപ്പോഴും ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, സുരേഷ് പീറ്റേഴ്സ്. ശരിക്കും പുള്ളിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴായിരുന്നു? എനിക്ക് തോന്നുന്നത് പഞ്ചാബി ഹൗസിന്റെ സമയത്താണെന്ന് തോന്നുന്നു. പഞ്ചാബി ഹൗസ്, തെങ്കാശിപ്പട്ടണം, റൺവേ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത പടങ്ങൾ അതാണ്. അത് 3 തോന്നുന്നു. പുള്ളിനെ സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടർ എന്തായിരുന്നു? പുള്ളിയുടെ ടാലന്റ്. ഈ റൺവേയിൽ ആ നടത്തം ശരിക്കും എന്തായിരുന്നു? ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന ആ നടത്തം, ഡോൺ പോൾ ശരിക്കും എന്തായിരുന്നു അന്ന് പറഞ്ഞ മാൻലി ആയിട്ടുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ രീതിയിൽ വാക്ക് ചെയ്തു. ഡയറക്ടർ ഏത് തരത്തിൽ ആവശ്യപ്പെടുന്നു. അന്ന് എനിക്ക് എൻ്റെ ഡാൻസ് ഡയറക്ടർ ശരിക്കും പറഞ്ഞ പ്രസന്ന മാസ്റ്റർ ആയിരുന്നു. ഡയറക്ടർ ജോർജ് സാറ്. അപ്പം ആണുങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് വരുമ്പോൾ മ്യൂസിക്കൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് മാൻലി ആയിട്ട് വരിക എന്ന് പറയും. ആ ഒരു രീതിയിലുള്ള നടപ്പില്ലേ ഡാൻസിന്റെ ഒരു മൂവ്മെന്റ് ഇട്ടിട്ട് പല ഈ സമുറായി പാട്ട് ശരിക്കും എങ്ങനെയാണ് ഈ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ പാട്ട്? അതിപ്പോ ഇവര് ഒരു പാട്ടുണ്ടാക്കിയ പോലെ തന്നെ ഉദയനും ടീമും ഉണ്ടാക്കിയതാണ് ആ സാധനം. ശരിക്കും അതിന്റെ ലിറിക്സ് ഒക്കെ അന്ന് കേട്ടേ സന്തോഷ് വർമ്മ അല്ലേ ജോണി? അല്ലല്ല, അത് അയാളിപ്പോ ഭയങ്കര പിന്നെ ഹിന്ദി പാട്ടല്ലേ?
അല്ല 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 സമുറായി സമറായി താരസൂരൻ സന്തോഷ് ജനപ്രിയ നായകന്റെ ഒരു പാട്ട്. അത് അതെ അതെ ശരിക്കും ഇപ്പൊ ആളുകൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന 2-3 സിനിമകളുണ്ട്. ഒന്ന് സൊലെ, ഒന്ന് പാസഞ്ചർ. ശരിക്കും ആ സമയത്ത് വരുമ്പോഴത്തേക്ക് അത് ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു എന്ന് എപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ശരിക്കും എങ്ങനെ ആ 2 സിനിമകൾ വീണ്ടും റീവാച്ച് ചെയ്യുമ്പോഴുള്ളൊരു ഫീല്? അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൊലെ എന്ന് പറഞ്ഞ പടത്തിൽ അത് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് പോയ കഥയാണത്. ശരിക്കും ഈ ജേർണലിസ്റ്റുകൾ അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ അറ്റൻഡ് ചെയ്യാനോ ഒന്നും നടക്കാതെ അവരുടെ മിഷൻ ഇതാണ്. ഇതിൻ്റെ പ്രഷർ ഭീകരമാണ്. മേളിൽ നിന്ന് വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന് താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ്. ചിലർ ഡിപ്രഷനിൽ വരെ പോയേക്കാം എന്ന് പറയുന്ന കാര്യം. ശരിക്കും മൈ ബോസ് സിനിമയിലൊക്കെ ബോസ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നൊരു പ്രഷർ ഉണ്ടല്ലോ, അത് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് എനിക്ക് സൊലയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പാസഞ്ചറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വന്ന എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട്. ഇപ്പം അതിനു മുമ്പും ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാരായിരുന്നു നെടുമുടി വേണുകെട്ടും ഭരത് ഗോപി സാറൊക്കെ. ഭരത് ഗോപി, നെടുമുടി വേണു, ഇവർ രണ്ടുപേരും ആ ടൈപ്പ് സിനിമ അല്ലേ, കുറേ ആ ടൈപ്പ് സിനിമ. പ്രതാപേട്ടനൊക്കെ അങ്ങനത്തെ സിനിമകളുടെ ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ പിന്നെ ഇവിടെ പക്ക കൊമേഴ്ഷ്യൽ സിനിമാസ് കയറി, പിന്നെ ക്ലാസ് മൂവീസ് വന്നു. എല്ലാത്തിലും ആക്ടേഴ്സ് ഇവരൊക്കെ മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെയാണ് അതിൻ്റെ ആൾക്കാർ. അത് കാരണം അവർക്കൊക്കെ ഒരുപാട് റൈറ്റേഴ്സിൻ്റെ ബലങ്ങളുണ്ടായിരുന്നു. ഡയറക്ടേഴ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോഴൊക്കെ മെയിൻ ആൾക്കാർ ഇവരാണ്, പടത്തിലെ മെയിൻ ആക്ടേഴ്സ്. അപ്പോൾ അതിന് ഒരു തുടക്കം എനിക്ക് തോന്നണത് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വന്ന കുറേ റിയലിസ്റ്റിക് സിനിമകളില്ലേ, ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞു വരുന്ന സിനിമകളുടെ തുടക്കം പാസഞ്ചറാണ്. ഈ കഴിഞ്ഞ ദിവസം ജോൺ ചേട്ടൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ദിലീപിന് അന്നും പടം ഓടുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ആസ് എൻ ആക്ടർ ഈ എക്സ്പ്ലോർ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കാണ് കൽക്കട്ട ന്യൂസും കഥാവിശേഷനൊക്കെ സംഭവിക്കണേ. അപ്പൊ അന്നും ഈ ആഗ്രഹം ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് അല്ല, ഭൂരിഭാഗം സിനിമകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പടവും ഹിറ്റടിക്കണം, എല്ലാ പടവും ജനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വാർത്ഥം അന്ന് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് ചില സിനിമയുടെ ക്ലൈമാക്സുകൾ വരെ കുഴപ്പമായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാജിക് ക്ലൈമാക്സുകൾ വരെ കുറച്ച് പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചു. ഗ്രാമഫോണല്ല, ഇത് സദാനന്ദൻ്റെ സമയത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. സദാനന്ദൻ്റെ സമയം ശരിക്കും നമ്മൾ കഥ കേട്ടത്, കഥ പറയുമ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീലിലാണ് ഞാൻ ആ കഥ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ സിനിമയും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കണമെന്നുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഒന്ന് പോസിറ്റീവാക്കാൻ ശ്രമിച്ചത്. ശരിക്കും അതിൻ്റെ ക്ലൈമാക്സ് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു സദാനന്ദൻ സമയം. അപ്പോൾ ചിലത് നമ്മൾ കേട്ടിട്ട് ആദ്യം കേൾക്കുമ്പോൾ ഉള്ള ഇമ്പാക്റ്റിൽ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ കയ്യിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ സിദ്ദിഖയുടെ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കുറച്ച് ദിവസമായിട്ട് ചർച്ച വന്നത്, തുടരും ഹിറ്റായി കഴിഞ്ഞപ്പോൾ സിദ്ദിഖ പോയ കാര്യമുണ്ടല്ലോ, ഒരു കുറച്ച് സിനിമകളിൽ പരാജയപ്പെട്ടു, ഒറ്റപ്പടം മതി ലാലേട്ടൻ്റെ പറഞ്ഞു. അപ്പോൾ ഒറ്റപ്പടമല്ല, നമുക്ക് 2 പടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും തുടരെ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത്? ലാലിൻ്റെ അഭിനയത്തെ പറ്റിയൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുമല്ലോ. എനിക്കങ്ങനെ പക്ഷെ ഒരു അത്ഭുതം തോന്നില്ല. മോഹൻലാലിൻ്റെ നിന്ന് ഇതൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്. ലാലിൻ്റെ ഇനിയും എത്രയോ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നു. തുടരുമിലൊക്കെ ഉള്ള ലാലിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയുമ്പോൾ പോലും എനിക്ക് കുറേ കൂടെ അടുത്ത് ലാലിനെ അറിയാവുന്നതുകൊണ്ട് ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്ത് നമ്മൾ ഇനി മോഹൻലാലിൽ നിന്ന് കാണാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അയാൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയില്ലേ, ഞാൻ അതിനേക്കാളും ഒരു അൾട്ടിമേറ്റ് ആക്ടർ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻഫിനിറ്റി ആക്ടർ എന്നൊക്കെ പറയാൻ പറ്റും. അയാളുടെ ഒരു ആക്ടിങ്ങിനെ നമുക്കിങ്ങനെ ഒന്നും ലിമിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അയാളിൽ നിന്ന് ഇനിയും ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് വരും അങ്ങനെ പ്രതീക്ഷിക്കുന്ന. ലാൽ ചെയ്തതൊന്നും ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇതിനേക്കാളും വലിയ അത്ഭുതം അയാൾ ഇനിയും കാണിക്കും. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമ്മളിപ്പോൾ അടുത്ത ദിവസം കാണും. കാരണം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ഇതിൻ്റെ പുറകെ തന്നെയുള്ള ഇതുമായിരുന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു 10-15 ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ട്. അതിൽ ഗില്ലി റെഫറൻസ് എല്ലാവരും പറയും, TN5900. അത് നിങ്ങൾ സിനിമ കണ്ടാൽ മതി. ഇതുപോലെ സിനിമ കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പം ഇതിൽക്കൂടെ തന്നെ നീ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ സിനിമ നമ്മൾ സ്ക്രീനിൽ കാണിക്കണ്ടേ ആൾക്കാർ. വേറെ സ്ഥലത്ത് പോയി ചോദിക്കും,
അല്ല ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ ശരിക്കും ഈ ഭയങ്കര ലാലേട്ടനോട് ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ മൂമെന്റ് ഉണ്ട്, ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലാലേട്ടൻ ഫാൻ ശരിക്കും എങ്ങനെ ചെറിയാണ് ലാലേട്ടൻ്റെ ഈ എമ്പുരാനും ഒക്കെ കാണുമ്പോഴത്തേക്കും? അല്ല, നമ്മൾ ആരാണ് മലയാളത്തിൽ മോഹൻലാൽ ഫാൻ അല്ലാത്തത്? നമ്മുടെ എല്ലാവരും അഭിമാനമല്ലേ. ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന രണ്ട് പേര് മലയാളികളുടെ അല്ലേ അഭിമാന ഇതാണ്. അതിനുശേഷമാണ് മറ്റുള്ള ആൾക്കാരെല്ലാം വന്നത്. സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും അതിന് ശേഷം വന്നത്. അപ്പോൾ ശരിക്കും ഞാൻ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സിദ്ദിഖ് ഹീറോ ആണ്, ജഗദീഷ് ഏട്ടനും മുകേഷ് ഏട്ടനും സായി ചേട്ടനും ഹീറോ, ഇവർ 4 പേര് ഹീറോസാണ്. ജയറാമേട്ടനുണ്ട്, മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഏട്ടൻ, ഇത്രയും പേരാണെന്ന് ഹീറോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ സൈഡിൽ കൂടി വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ലാലേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. പണ്ട് വളരെ ദൂരത്തുനിന്ന് നോക്കി ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പിന്നീട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിനുമായിട്ട് ഇടപഴകാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇതായി. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു സിദ്ദിഖാണ് ലാലേട്ടനായിട്ടുള്ള. അപ്പോൾ എനിക്ക് കുറേ കാലം അങ്ങനെ അഭിനയിച്ചിട്ടില്ല സിദ്ദിഖ. ഒരുപാട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ. അതെ, അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ലാലേട്ടനായിട്ട് അഭിനയിച്ചിട്ട് എങ്ങനെ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇത് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞത്. അത് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളതിൽ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ചെറുപ്പകാലത്ത് വന്ന് നമ്മൾ ഹീറോസായിട്ട് കണ്ട ആൾക്കാരുടെ കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കൂടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരുടെയും അഭിമാനവും അഹങ്കാരമാണ് ലാലേട്ടനും മമ്മൂക്കൊക്കെ. ലാലേട്ടനായിട്ട് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടൻ്റെ മുമ്പിലാണ് ക്ലാപ്പ് അടിച്ചു തുടങ്ങിയതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എനിക്ക്, മനസ്സിലായില്ലേ? ഞാൻ വന്ന ആദ്യത്തെ സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2020 ലാലേട്ടൻ്റെ അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ഫാൻ ബോയ്, ഇപ്പം നിങ്ങൾ പറയുന്ന എന്നെ പറയുന്ന പോലെ തന്നെ ഞാനും ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. പിന്നെ അവരെയൊക്കെ വെച്ച് സിനിമ നിർമ്മിക്കാൻ സാധിച്ചാലൊക്കെ സർവശക്തനെ ദൈവത്തോട് നന്ദി പറയാം. ഞാനൊരു ചെറിയ സെഗ്മെൻറ്റ് കൊണ്ടുവരാം. അത് ദിലീപേട്ടനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, അതിന് നിങ്ങൾ പറയണം. അപ്പോൾ ഇത് മാറി മാറി വരും. ഓക്കെ, ദിലീപേട്ടൻ്റെ 150ാം സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. 100ാമത്തെ സിനിമയും നമുക്കറിയാം. 75ാമത്തെയും 50ാമത്തെ സിനിമകൾ ഏതായിരുന്നു? 50ാമത്തെ മിസ്റ്റർ ബട്ട്ലർ. 75 ഞങ്ങൾ നോക്കിയായിരുന്നു. പാണ്ടിപ്പടയല്ലേ? പാണ്ടിപ്പടയാണോ? അങ്ങനെ കൗണ്ട് ചെയ്തപ്പോഴാണ് ഞാനും മിസ്റ്റർ ബട്ട്ലർ കൗണ്ട് ചെയ്താണ് 50 കണ്ടുപിടിച്ചത്. 76 ക്ഷമിച്ചേക്കണം. ഈ സിനിമയുടെ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ കേട്ടോ. ആ സിനിമ സംഭവിക്കാൻ കാരണം ദിലീപേട്ടൻ്റെ കഥാപാത്രമാണ്. പക്ഷെ ആ സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ദിലീപേട്ടനുള്ളൂ. മൈസാൻ്റെ ആണോ? ഭയങ്കര വലിയ സിനിമ. സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ടോ പടത്തിൽ? അല്ല, ഞാൻ പറഞ്ഞ ഹജ്ജിന് മറ്റേ മീര ജാസ്മിൻ്റെ ഹസ്ബൻഡ് പെരുമഴക്കാലം 2020 ഞാൻ ഉണ്ടല്ലോ കുറേ. ദിലീപേട്ട കഥാപാത്രമല്ലേ മെയിൻ, പക്ഷെ സ്ക്രീൻ സ്പേസ് ഇതില്ലോ ഒരു പാട്ടിലുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് കോംബോ വരുന്നുണ്ട്. ദിലീപേട്ടൻ അഭിനയിച്ച തമിഴ് സിനിമ പേര് പറഞ്ഞത് എനിക്കറിയാം. ക്യാപ്റ്റന്റെ പടമായിരുന്നു രാജ്യം. ദിലീപേട്ടൻ ദിലീപായി അഭിനയിച്ച 2 സിനിമകൾ. മാനത്തെ കൊട്ടാരം. ദിലീപേട്ടൻ നമ്മുടെ കേശു വീണത്. അത് നിനക്ക് തെറ്റിയില്ലേ? നിനക്ക് തെറ്റി. കഥാപാത്രം അഭിനയിച്ച 2 സിനിമ അതിലൊരെണ്ണ പറഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ, ദിലീപേട്ടന്റെ സ്റ്റേറ്റ് പെണങ്ങല്ലേ കൊച്ചുകുട്ടികളുടെ മനസ്സിലാട്ടോ. ദിലീപേട്ടന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ വർഷം? വർഷം പറ. 2014. സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ വർഷം പറ. സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടില്ല. അത് അതിന്റെ റെഫറൻസ് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അല്ല, ഞാൻ എഴുതി പോയില്ലേ? 11 സ്പെഷ്യൽ മെൻഷൻ ചാന്തുകൂട്ടിന്. കുഞ്ഞുകൂനൻ. ദിലീപേട്ടൻ പാടിയ 3 പാട്ടുകൾ. കേശുവിനകത്ത് നാരങ്ങ മിഠായി, അങ്ങനെ ഒരു പാട്ടില്ലേ, സൗണ്ട് കോമയ്ക്കത്ത് പാടി, തിളക്കത്തിന്റെ പാടി. നാലായില്ല, കല്യാണ്ടാവിൽ പാടിയിട്ടുണ്ട്. ജോണി ചേട്ടനും ദിലീപിന്റെ അഭിനയിച്ച 3ാമത്തെ സിനിമ? ഫസ്റ്റ് കേശു, 3ാമത്തെ സിനിമ. 3ാമത്തെ സിനിമ സുൽത്താൻ. അങ്ങനെ കൂട്ടണോ? അപ്പൊ ഉദയവന സുൽത്താൻ 3ാമത്തെ സിനിമ കുഞ്ഞിക്കുന്ന്. അത് നേരത്തെ പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ അത് ശരിക്കും ഇവിടെ വന്നപ്പോ കറക്റ്റ് ആയത്. ജോണി ചേട്ടൻ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മീം ഏതാണ്?
സർദാറിന്റെ വെല്ല വെല്ലേ അല്ലല്ല ജോണി ജോൺ ചേട്ടന്റെ ഏറ്റവും ക്യാരക്ടർ ആ അതിനകത്ത് പറഞ്ഞ ആവശ്യമുണ്ട്. അല്ല നമ്മുടെ തല്ലുമാലയിലെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എഡി ഇത്. എനിക്ക് ഒരുപാട് പടം ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാൻ കാര്യമില്ല. ജോൺ ചേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന ചെല്ലപ്പേര് എങ്ങനെയുണ്ടോ? വൈബ് തന്ത. കൈന്നിട്ടല്ലേ അതല്ല, രക്ഷപ്പെട്ടു. ഞാൻ ഓർത്തു തന്ത വൈബല്ല, വൈബ് തന്ത. പിന്നെ ഡാഡി കൂൾ എന്നല്ല ആണല്ലേ. തണുത്ത തന്ത. സിദ്ദിഖയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ ചൂണ്ട, സ്നേഹം സുമിത്ര, ആ 2 പടത്തിനാണ്. ഓക്കെ. സിദ്ദിഖ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ട്രെൻഡ് സെറ്റർ പടം. മറ്റേ ദോസ്ത് സുരേഷ് ഗോപിയുടെ വില്ലനായിട്ട് അഭിനയിച്ച ബെഡാ ദോസ്ത്. അത് ട്രെൻഡ് സെറ്റർ പടം മറ്റേതാണ്. നന്ദനം. സിദ്ദിഖ അഭിനയിച്ച 2 തമിഴ് പടം. നേരത്തെ പറയായിരുന്നു. ഒരെണ്ണം ലേറ്റസ്റ്റ് ഇറങ്ങിയതാ. അതെ, ജീവ നാടോടിയായിട്ട് അർജുനയുടെ സ്വാതന്ത്ര്യം. സുഭാഷ്. സുഭാഷ്. ജനുണ്ടല്ലേ. എല്ലാവരും മുഖ്യം ഇതായിരുന്നു അറൗണ്ട് പരാജയം വരുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങക്ക് ഞങ്ങളുടെ കുഴപ്പമാണ്. ഈ റൗണ്ട് ജോർജേട്ടൻ മാച്ച് ചെയ്തു തോന്നുന്നു. ഏതാ കറക്റ്റ് ആയിട്ട് ഈ റൗണ്ട് വെട്ടി കളയട്ടെ ജോണി? കളഞ്ഞോ? പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ പഴയ ദിലീപ് അങ്ങനെയില്ല, എനിക്ക് ദിലീപ് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിട്ടിയതിൽ കാണാൻ സാധിച്ചതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് വരുന്നു, ബബ്ബ വരുന്നപ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും ദിലീപേട്ടനും എക്സൈറ്റഡ് ആണോ ഈ പറഞ്ഞ നെക്സ്റ്റ് ഒരു ഫേസ്? നാച്ചുറലി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഓരോ സിനിമ, ഇപ്പോൾ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അത് മൊത്തത്തിൽ വേറൊരു പാറ്റേണിലുള്ള സിനിമയാണ്. നമ്മൾ ആ ടൈപ്പിൽ ഇപ്പോൾ ഈ കുറേ കാലമായിട്ട് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് മീൻസ് ആ ടൈപ്പുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഓരോ സിനിമയ്ക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സിനിമയും ഡിഫറെൻറ്റ് അല്ലേ. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് വർഷം നിങ്ങൾ 3 പേര് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എൻ്റെ ജനറേഷനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു ഫോർ ദ ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്.